അപ്പം ചിക്കൻ കറി മേടിച്ചു കഴിച്ചിട്ട് ഇറങ്ങാനുള്ള അടിപൊളി ചിക്കൻ കറി. ഞാൻ തിരിച്ചു പോകുന്നതിന് മുൻപ് അവസാനത്തെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. വിശ്വാസങ്ങൾ പലതാവാം, പക്ഷേ പ്രാർത്ഥനകൾക്കും മുകളിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ചില ഇടങ്ങളുണ്ട്. അനന്തപുരിയിലെ ഈ സുവർണ ഗോപുരം പോലെ. ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ രാത്രി ദൃശ്യങ്ങൾ എന്നെ എന്നും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഇരുളിൽ തെളിയുന്ന ആ സ്വർണ്ണപ്രഭ മനസ്സിന് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി അത് വേറെ തന്നെയാണ്. നാടിൻ്റെ പാരമ്പര്യവും ശില്പകലയും ഒത്തുചേരുന്ന ഈ മണ്ണിൽ നിൽക്കുമ്പോൾ പ്രവാസിയായ എനിക്ക് എൻ്റെ മനസ്സിന് ലഭിക്കുന്നത് വല്ലാത്തൊരു ശാന്തതയാണ്. കലയ്ക്കും സംസ്കാരത്തിനും അതിർവരമ്പുകൾ ഇല്ലല്ലോ. വീണ്ടും മറുനാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഈ കാഴ്ചകളും ഓർമ്മകളും ഞാനൊരു നിധി പോലെ കൂടെ കൂട്ടുന്നു. സ്നേഹവും സമാധാനവും നിറഞ്ഞ നല്ലൊരു നാളേക്കായി. പത്മനാഭസ്വാമി ക്ഷേത്രവും കണ്ടു മടങ്ങുമ്പോഴത്തെ അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള യാത്ര പുറപ്പെടലാണ്. ബാക്കി ഇനി ബാംഗ്ലൂരിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ താങ്ക് യു ഓൾ. നാട്ടിലെത്തിയിട്ട് ഇത്ര വേഗത്തിൽ ദിവസങ്ങൾ പോയത് ഓർക്കാനേ ഒരു വല്ലാത്ത സങ്കടം. അപ്പം ഞാനിപ്പോൾ ബാംഗ്ലൂർ എത്തി ഇളയാളുടെ അടുത്ത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. കുറേ ഉണ്ട് പാക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പോകാനായിട്ട് ഇറങ്ങുവാണ്. ഇനി 2 മണിക്കൂർ കൂടെ ഉണ്ട്. ഇയാളെ ഒന്ന് എഴുന്നേൽപ്പിച്ചെടുക്കാനൊരു ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധനം എഴുന്നേറ്റാലും പിന്നെയും പോയി വീട്ടിൽ കിടക്കും. അപ്പോൾ ഇവിടുത്തെ ഞങ്ങൾ ചായം കുടിച്ചിട്ട് അങ്ങനെ കിടക്കുവാണ്. ഇത് ഇന്നാൾ ഞാൻ വന്ന സമയത്ത് എനിക്ക് തന്ന ബൊക്കെ അത് നമ്മളിവിടെ വച്ചിട്ട് പോയപ്പോൾ അത് എന്താണ് ഉണങ്ങി വരണ്ട് അങ്ങനെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അവളിതെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുമ്പം നമ്മൾ എഴുന്നേറ്റിട്ട് ഇങ്ങനെ നേരെ നോക്കുമ്പോഴേ അവിടെ കിടക്കുമ്പോൾ തന്നെ കാണാം. ജനലിങ്ങനെ താഴെ വരെ ഉള്ള കാരണം കിടക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇവിടുത്തെ നല്ല വ്യൂ ആണ്. രാവിലെയൊക്കെ മൊത്തം മഞ്ഞ് മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പുറത്തെ ഭാഗത്ത് ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു, ഈ ബിൽഡിങ്സ് മാത്രം. ഇപ്പോൾ കുറച്ച് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത് മൂത്താളുടെ ഗിറ്റാറാണ്. അത് ഇളയവളും എടുത്തിട്ട് വന്നു. 2 പേർക്കും അറിയത്തില്ല. മൂത്താൾ 10ാം ക്ലാസ് ജയിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഗിറ്റാർ വേണം. അപ്പോൾ മേടിച്ചു കൊടുത്തു. കുറച്ച് ഞാൻ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയിട്ട് അങ്ങനെ. പിന്നെ ഇത് ഇവളുടെ കുറേ ജാക്കറ്റ്സ് ഇങ്ങനെ മേടിച്ചു. ഫാഷൻ ഡിസൈനർ ആയതുകൊണ്ട് കുറേ ഇങ്ങനെ മേടിച്ചു. അത്യാവശ്യം നല്ല ഫ്ലാറ്റാണ് കേട്ടോ. ഇത് കിച്ചണാണ്. ഇവിടെ ഇരുന്നിട്ട് ബാൽക്കണി തുറക്കാം. അവിടെ തുണിയൊക്കെ കഴുകിയിട്ടിരിക്കുന്നുണ്ടാണ് ഞാൻ ഇതിനകത്ത് സ്റ്റോക്ക്. അപ്പോൾ ഇതാണ് നല്ല വ്യൂ ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. രാവിലെ ആൾക്കാരൊക്കെ ഈ മഞ്ഞത്തും എഴുന്നേറ്റ് നടക്കാനൊക്കെ പോകുന്നത് കാണാം. രാത്രിയും അതെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എത്ര നേരമാണെങ്കിലും നമുക്ക് നോക്കി നിൽക്കാം. നല്ല രസം, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അടുത്ത് തന്നെ ഇങ്ങനെ നമ്മൾ ആ മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ മേടിക്കാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ. ഞാനിങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ റെഡിയായി നിൽക്കുവാണ്. ഇത് പിന്നെ അവളുടെ ഷൂട്ട് ചെയ്യേണ്ട സാധനം ഉണ്ട് വലുത്. എല്ലാം ഉണ്ടെങ്കിലും ഭയങ്കര കള്ളം പഠിച്ചാണ്. ഒന്നും ഷൂട്ട് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക ആൾ. എപ്പോൾ നോക്കിയാലും കിടക്കണം. ജോണിയാ? അതാരടി ജോണി? ജോണി ഇസ്പപ്പയാണോ? 45-year-old woman.
അപ്പം വാങ്ങി. അപ്പം അപ്പം ആൻഡ് ചിക്കൻ കറി ഗൈസ്. അതും കഴിച്ചിട്ട് ഇനിയിപ്പോൾ ചിക്കൻ കറി ചിക്കൻ കഴിച്ചിട്ട് ഇനി ഇറങ്ങണം. അപ്പം ചിക്കൻ കറി മേടിച്ചു. കഴിച്ചിട്ട് ഇനി ഇറങ്ങാനുള്ള പരിപാടി. അടിപൊളി ചിക്കൻ കറി. അങ്ങനെ ഞാൻ മോളോട് യാത്രയും പറഞ്ഞ് സങ്കടത്തോടു കൂടി ഇരിക്കുന്ന മുഖമാണ് ഈ കാണുന്നത്. ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം മക്കളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഒത്തിരി സങ്കടമാണ്. അതുപോലെ ഒരുപാട് ലോങ് ട്രാവലുമാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.